അങ്ങനെ ഡയമണ്ട് അടിച്ചു മാറ്റിയിരിക്കുകയാണ് സായി പക്ഷേ ഒരു മണ്ടത്തരം കാണിക്കാൻ നിൽക്കുന്നുണ്ട്. ശ്രീരേഖയ്ക്ക് ഡയമണ്ട് കൊടുക്കാൻ പോവാണ്. കഷ്ടകാലത്തിന് ശ്രീരേഖ ഈ ആഴ്ച എങ്ങാനോ സേവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഡയമണ്ടിന്റെ പവർ കൊണ്ട് വീണ്ടും സേവ്, പിന്നെയും ഒരാഴ്ച കൂടി അവിടെ നിൽക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ പണി പാളും. മണ്ടത്തരം കാണിക്കാൻ പോവാണ് സായി. ശ്വേതയും സാബുവും പോയിരിക്കുകയാണ്. ഡയമണ്ട് എവിടെയാണ് ആക്ച്വലി ഇരുന്നത്? എൻ്റെ പൊന്നെ, സാബു കാണിച്ചൊരു വേല, അത് വീട്ടുകാർ മുഴുവൻ സാബുവിൻ്റെ പിറകിലായിരുന്നു. രാവിലെ ഒരു 10-11 മണി വരെ ലൈവ് ഭയങ്കര ഷോകമായിരുന്നു. പിന്നീടാണ് ഒന്ന് ആക്റ്റീവായി തുടങ്ങിയത്. എന്താണ് ലൈവിൽ നടക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ രാവിലെ ഹോട്ട്സ്റ്റാറിൻ്റെ ചോദ്യമാണെന്ന് തോന്നുന്നു. ഋഷിയെ പെൺവേഷം കെട്ടി ബസർ ടു ബസറാണ്, ഡാൻസ് ഒക്കെ കളിച്ച് നടക്കുന്നു ഋഷി. പിന്നീട് ശ്വേതയും സാബുവിന് പോകാനുള്ള സമയമൊക്കെ ആവുന്നു. അപ്പോൾ ശ്വേത കയ്യിലുള്ള ലിപ്സ്റ്റിക്കുകളും ബാക്കി കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും കൊടുക്കുവാണ്. പിന്നീട് സാബു രാവിലെ ശ്വേതയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഫ്രീസറിനകത്താണ് ഈ പറയുന്ന ഡയമണ്ട് വെച്ചിരിക്കുന്നത്. ഫ്രീസറിനകത്ത് വെള്ളത്തിനകത്തിട്ട് ഐസ് കട്ട കണക്ക് വെച്ചിരിക്കുകയാണ് ഈ പറയുന്ന ഡയമണ്ട്. ഓക്കെ. പിന്നീട് സാബുവിൻ്റെ പിറകെയാണ് വീട്ടുകാർ ഫുള്ള്. സാബു ചേട്ടാ എവിടെയാ? പോക്കറ്റിലാണോ, ആകാശത്താണോ, ഭൂമിയിലാണോ? വീട്ടുകാർ ഫുൾ സാബുവിൻ്റെ പിറകെയാണ്. പക്ഷെ സാബു പറയുന്നില്ല. അങ്ങനെ സാബുവിനും ശ്വേതയ്ക്കും പോകാനുള്ള സമയമാവുന്നു. ഇവരെ ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വിളിച്ചു വരുത്തുന്നു. അവർക്ക് ഫ്രെയിം കൊടുക്കുന്നു. വീട്ടുകാരൊക്കെ പൊളിയാണ്, പുറത്തിറങ്ങിയിട്ട് കാണണം എന്നെല്ലാം ശ്വേതയും സാബുവും പറയുന്നു. സൂപ്പറായിട്ട് കളിക്കൂ, മേ ദ ബെസ്റ്റ് വിൻ എന്നെല്ലാം പറഞ്ഞ് പോവാൻ വേണ്ടി ഇറങ്ങുവാണ്. ഫോട്ടോയൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് ഇറങ്ങുന്നു. ഇറങ്ങുന്ന ടൈമിലാണ് സാബു പറയാണ്, 2 ക്ലൂ മാത്രമേ ഞാൻ പറയുള്ളൂ. 1, നനവുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. 2, വെളിച്ചം വരാത്ത സ്ഥലത്താണ്. സാബു ശ്വേത ഇറങ്ങുന്നേ. എൻ്റെ പൊന്നെ, വീട്ടുകാർ ഓട്ടമാണ്, പലയിടത്തോട് ഓടിപ്പോയി ടോയ്ലറ്റിൽ കയറുന്നു. ഞാൻ ഇന്നലെ പ്രൊമോ കണ്ടപ്പോൾ പറഞ്ഞില്ലേ, ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ടാങ്കിനകത്താണെന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന്. എല്ലാവർക്കും അതേ സംശയം. എല്ലാവർക്കും ഒന്നുകിൽ കിച്ചൺ ഇല്ലെങ്കിൽ വാഷ്റൂം, ഈ 2 ഏരിയയിൽ. കാരണം നനവും ഉണ്ട്, വെളിച്ചവും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഈ 2 ഏരിയയിൽ എവിടെയെങ്കിലും ആയിരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ജിൻഡോ ഓടി പോയി ബാത്റൂമിൽ കയറുന്നു. പിറകെ നന്ദന ഓടുന്നു. ജിൻഡോ ചേട്ടാ ഇറങ്ങ്. നന്ദന ഓടുന്നു. പലരും പലയിടത്ത് തപ്പുവാണ്. അർജുൻ നേരെ പോയി ഫ്രിഡ്ജ് തുറക്കുന്നു. തൊട്ട പിറകെ സായിയും വരുന്നു. അർജുൻ തപ്പിക്കൊണ്ടിരിക്കുന്നതിനിടെ കൂടെ സായി മറ്റേ ഐസ്ക്രീമിൻ്റെ ഒരു നമ്മുടെ എക്സോ ഒക്കെ ഇല്ല, അടുക്കളയിൽ വെക്കുന്ന എക്സോ, അതുപോലത്തെ ഒരു സാധനമുണ്ട്. അത് എന്താണെന്ന് ക്യാമറയിൽ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. എടുക്കുന്നുണ്ട്. സായി അതെടുത്ത് പോക്കറ്റിൽ കയറ്റി സ്ഥലം അടിക്കുന്നു. അവിടെ നിന്ന് വിടുന്നു. നേരെ പോയി ക്യാമറ എടുത്ത് പറയുന്നു, ബിഗ് ബോസ്. അപ്പം ഡയമണ്ട് കിട്ടിയിരുന്നെന്ന് സായിക്ക് മനസ്സിലായിട്ടുണ്ടാവും. സായി, ബിഗ് ബോസ് എനിക്ക് ഡയമണ്ട് കിട്ടി, പക്ഷേ എനിക്ക് ഡയമണ്ട് വേണ്ട, ഞാൻ ശ്രീരേഖ ചേച്ചിക്ക് കൊടുക്കുന്ന ഡയമണ്ട്. മണ്ടത്തരമാണ് സായി. ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ ഇവിടെ ഉള്ള സ്ട്രോങ് പ്ലെയേഴ്സ് ഇറങ്ങിപ്പോവും, എവിക്ഷനിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇപ്പോൾ ഉള്ള എല്ലാവരും അടിപൊളി പ്ലെയേഴ്സ് ആണ്, എല്ലാവരും നല്ല സൂപ്പർ പ്ലെയേഴ്സ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇനി ഓരോ വീക്കായിട്ടുള്ള ആൾക്കാർ പോയില്ല എന്നുണ്ടെങ്കിൽ, ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ കാണുന്ന നമ്മുടെ കണ്ടന്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ സായി പറയും പോലെ ശ്രീരേഖയ്ക്ക് കൊടുക്കാനുള്ളത് ഇതുവരെയും കൊടുത്തിട്ടില്ല. എന്നിട്ട് സായി അറിയാത്ത ആൾക്ക് നടക്കുവാണ്. ഡയമണ്ട് ആരെടുത്തടാ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും സംശയമാണ്. എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. സായിയുടെ കയ്യിലാണ് ഉള്ളത്, സാധനം സായിയുടെ കയ്യിൽ. പിന്നീട് സായി ഇത് പോയി ഐസ് കട്ട ഇടിച്ച് പൊട്ടിച്ച്, അയ്യോ എനിക്ക് നടുവേനിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് നടുവിലൊക്കെ വെച്ച് നടക്കുന്നുണ്ട്. ഇതാണ് ലൈവിൽ ഇപ്പം നടക്കുന്നത്. സായി അടിച്ചു മാറ്റി സായിയുടെ കയ്യിലാണ് ഡയമണ്ട്. നോക്കാം ആർക്ക് കൊടുക്കുന്നതാണ്. ഞാൻ പറയുന്നത് സായി സ്വന്തമായിട്ട് യൂസ് ചെയ്തില്ലെങ്കിലും അത് അത്യാവശ്യം നല്ലൊരു പ്ലെയറിന് കൊടുക്കുക. ശ്രീരേഖ നല്ല പറഞ്ഞത് ഉള്ളതിൽ വീക്ക്. ഇപ്പം ഉള്ള കണ്ടസ്റ്റൻസിൽ വീക്കായിട്ട് നിൽക്കുന്നത് ശരണ്യയും ഈ പറയുന്ന ശ്രീരേഖയാണ്. അവർ 2 പേരാണ് വീക്കായിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ കളിക്കുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ആണ് ഞാൻ പറയുന്നത്, എല്ലാവരും ഗുഡ് പ്ലെയേഴ്സ് ആണ്. പക്ഷേ ഇവരിൽ നിന്നും വിഷയം വരുവാണെന്നുണ്ടെങ്കിൽ ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാൾ ആ ഒരു ലെവലാണ്. നമുക്ക് നോക്കാം. അടുത്ത ലൈവ് അപ്ഡേറ്റ് വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. രാവിലെ മുതൽ ഒരു കണ്ടന്റും ഇല്ലായിരുന്നു, ഇപ്പോഴാണൊന്ന് ആക്റ്റീവ് ആയത്. പക്ഷേ വീട്ടുകാർ ഇപ്പോഴും തപ്പിക്കൊണ്ട് നടക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.